യെസ്, അപ്പോൾ നമ്മളുടെ റിസൾട്ട്സ് വരാനിരിക്കുകയാണ്. റിസൾട്ട്സ് വരുമ്പോഴേക്കും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം കട്ട് ഓഫ് റേഞ്ചിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് നീറ്റിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഡൗട്ടുകളുണ്ടാകും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് അതിൻ്റെ ഒരു ഓവറോൾ പ്രോസസ്സ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കും പോലെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെ നമുക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നുള്ളൂ. ഒരുപാട് കുട്ടികൾക്കൊരു പ്രശ്നമാണ്, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏറ്റവും പേടിയുള്ളത് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അവർക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഈ ഓവറോൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വന്നത്. സോ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ റിസൾട്ട്സ് വരിക എന്നുള്ളതാണ്. അപ്പോൾ റിസൾട്ട്സ് നമ്മളുടെ NTA വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കോർ കാർഡ് കിട്ടും. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ തെളിവ്. ഓഫ് കോഴ്സ് നമ്മളൊരു കോളേജസിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിങ്ങളുടെ നീറ്റ് സ്കോർ കാർഡ് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. സോ നിങ്ങളുടെ നീറ്റ് റിസൾട്ട്സ് വരുന്ന അന്ന് റിസൾട്ട്സ് വരുന്നുണ്ടാവുക നമ്മളുടെ NTA വെബ്സൈറ്റിലാണ്. അതായത് nta.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നമ്മളുടെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ആ റിസൾട്ട്സ് കിട്ടിയതിന് ശേഷം അത് സ്കോർ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തു വെക്കുന്നു. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേരളത്തിലെ കുട്ടികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജസിലേക്ക് അപ്ലൈ ചെയ്യണം, കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നീറ്റിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, കീമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവേണ്ടിയിരുന്നു. അതായത് ഓൾറെഡി കീം എക്സാം എഴുതുക എന്നല്ല, എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുത്ത ഒരാൾക്കേ കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരാൻ അർഹതയുള്ളൂ. ഇനി നിങ്ങൾ അഥവാ കീമിന് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കേരള റാങ്ക് ലിസ്റ്റിൽ കേരളത്തിൻ്റെ 85% കോട്ട സീറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൾ ഇന്ത്യയിൽ 15% സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ടാകും, അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കേരള റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. സോ ഓൾറെഡി കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, അതായത് എക്സാം എഴുതാനല്ല, എക്സാമിന് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം നമ്മൾ കേരള റാങ്ക് ലിസ്റ്റിൽ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഏകദേശം റിസൾട്ട് വന്നൊരു 2-3 വീക്സ് ആകുമ്പോഴേക്കും നമ്മളുടെ കേരളത്തിൻ്റെ വെബ്സൈറ്റ് cee.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് മാറും. അങ്ങനെ ഓപ്പൺ ആകുന്ന സമയത്ത് അതിൽ നമ്മൾക്കൊരു ഓപ്ഷൻ വരും, ഈ പറഞ്ഞ നീറ്റിൻ്റെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. റിസൾട്ട് ഓട്ടോമാറ്റിക്കലി അവർ ഫെച്ച് ചെയ്തെടുക്കും. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കീമിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരും കേരള എൻട്രൻസ് കമ്മീഷണറുടെ. ആ നോട്ടിഫിക്കേഷൻ വരുന്നതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ നീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കൊടുത്ത് നിങ്ങളവിടെ രജിസ്റ്റർ ചെയ്യും. അത് രജിസ്റ്റർ ചെയ്ത് കഴിയുന്ന സമയത്താണ് നമ്മൾക്ക് അത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് പോകണോ അല്ലെങ്കിൽ നമുക്ക് കേരള റാങ്ക് ലിസ്റ്റിലൂടെ തന്നെ കേരള കോട്ടയിലൂടെ തന്നെ നമുക്ക് കീം വഴി അപ്ലൈ ചെയ്താൽ തന്നെ കിട്ടുമോ എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഓൾ ഇന്ത്യ എന്നുള്ളത് സ്കിപ്പ് ചെയ്യാം. അതായത് കേരളത്തിൽ മാത്രം മതി, ഞാൻ കേരളത്തിൽ പൊക്കോളാം എന്നുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് കേരളത്തിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി അതല്ല ഓൾ ഇന്ത്യ കോട്ടയും കൂടെ കൊടുക്കണം എന്നുള്ളവർക്ക് കീമും അതിൻ്റെ കൂടെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയും കൂടെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജസിൽ പോയിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ളൊരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ ആണെങ്കിൽ ഒരു 10,000 രൂപയ്ക്കാണ് രജിസ്ട്രേഷൻ ഫീ. അത് നമ്മൾക്ക് ഫൈനായിട്ട് മാറും, അതായത് തിരിച്ച് കിട്ടൂല എന്നർത്ഥം. നേരെ മറിച്ച് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കോളേജസിൽ പോയി കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് തരുകയും ചെയ്യും. അത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരള റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിൽ മാത്രം പോയാൽ മതി എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് കൊടുക്കണം നിർബന്ധമില്ല. ഓൾ ഇന്ത്യയിലും കൂടെ കൊടുക്കണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, രണ്ടിലും രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒരു കോളേജസിൽ കിട്ടിയാൽ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതൊന്നും നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ റിസൾട്ട് വരുന്നതിൻ്റെ ഒരു 1 month ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഏകദേശം നമ്മളുടെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഓൾ ഇന്ത്യ വെബ്സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. സോ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റാണ് mcc.nic.in എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻസും അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള മെഡിക്കൽ കോളേജസിലെ 15% സീറ്റുകളിലും ഓൾ ഇന്ത്യ കോട്ടയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓപ്ഷൻ വഴി നമ്മൾ
രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നത്, പിന്നെ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജസിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ വഴി കൊടുക്കാം. ഇനി അതല്ല തമിഴ്നാട്, കർണാടക, വേറെ ഏത് സ്റ്റേറ്റിലുള്ള മെഡിക്കൽ കോളേജസിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് നമ്മളുടെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവുക. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ഒരു ചെറിയ ഫീസ് നിങ്ങൾ കൊടുക്കണം. ഏകദേശം ജനറൽ വിഭാഗത്തിന് ഇപ്പോൾ ഗവൺമെൻറ് കോളേജസിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10,000 രൂപ എങ്ങാണ്ടാണ് ഫീസ് വരുന്നത്. അത് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നേരെ മറിച്ച് അഡ്മിഷൻ കിട്ടിയിട്ട് നിങ്ങൾ ആ കോളേജിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതൊരു ഫൈനായിട്ട് വരും. അപ്പോൾ കീമിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുന്ന ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അത് ആ സമയമാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇപ്പോഴേ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ വെബ്സൈറ്റിലാണ് കംപ്ലീറ്റ് ഓൾ ഇന്ത്യ കോളേജസിലേക്കുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും, അതായത് എയിംസ്, ജിപ്മർ, EI, പിന്നെ നമ്മുടെ ESI കോളേജുകൾ, അതേപോലെ തന്നെ AFMCയിലൊക്കെ നിങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വെബ്സൈറ്റിൽ, അതായത് നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ. ഇനി ഈ AFMCയിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ AFMC വെബ്സൈറ്റിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഈ AFMCയിൽ ആക്ച്വലി 110 ആൺകുട്ടികൾക്കും 35 പെൺകുട്ടികൾക്കുമാണ് സീറ്റ് ഉള്ളത്. ടോട്ടൽ 145 സീറ്റ്സ് ആണ് AFMCയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ വെബ്സൈറ്റിൽ MCCയുടെ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, AFMC നിങ്ങളൊരു ഓപ്ഷനായിട്ട് കൊടുക്കുന്നു. ഓക്കെ. ഈ ഓപ്ഷൻ കിട്ടുന്നതൊക്കെ റാങ്ക് അനുസരിച്ചിട്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അലോട്ട്മെൻറ്റിൽ കോളേജസിൽ കൊടുക്കുമ്പോൾ നമ്മൾ റാങ്ക് കുറവാണെന്ന് വിചാരിച്ചിട്ട് വളരെ താഴെ ലെവലിലുള്ള കോളേജസിൽ കൊടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ മുന്നിലുള്ളൊരു റാങ്ക്, ഇപ്പോൾ ഒരു 1000 റാങ്കുള്ള ഒരാൾക്ക് സീറ്റ് കൊടുത്തിട്ടേ 1001ാമത്തെ റാങ്കുള്ള ആളുടെ ഓപ്ഷൻ നോക്കുകയുള്ളൂ. ഓക്കെ. അപ്പം നമുക്ക് അർഹതയുള്ള കോളേജ് ആണെന്ന് തോന്നുക, നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള കോളേജ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജസ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. ഇനി AFMCയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആദ്യം ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യുക, ഇതൊരു ഓപ്ഷനായിട്ട് കൊടുക്കുക. AFMC മെഡിക്കൽ കോളേജസിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളത് അവിടെ ഓപ്ഷനായിട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ AFMCയിൽ കൺസിഡർ ചെയ്യണം എന്നും എന്ത് ചെയ്യണം, അവിടെ നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ. AFMCയിൽ പോയി കഴിഞ്ഞാൽ ഈ 4.5 വർഷത്തെ MBBS പ്ലസ് അതൊരു വർഷത്തെ ഹൗസ് സർജൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയർ നിങ്ങൾ ഹൈ സാലറിയിൽ അവിടെ ജോബ് ചെയ്യണം എന്നുള്ളൊരു കോൺട്രാക്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾ, അതായത് വളരെ കുറേ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് AFMCയിലെ ഒരു MBBS എന്ന് പറയുന്നത്, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജസിലുള്ള MBBS അഡ്മിഷൻ. അപ്പോൾ അവിടേക്ക് പോകുന്ന കുട്ടികൾ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ AFMCയിലുള്ള ഓപ്ഷൻ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ AFMC കൺസിഡർ ചെയ്യണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പം AFMC എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1450 കുട്ടികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. അതായത് ആദ്യ റാങ്കുകളിൽ വരുന്ന 1100 ആൺകുട്ടികളെയും 350 പെൺകുട്ടികളെയും വെച്ചിട്ടൊരു ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ കുറച്ച് കുട്ടികൾ ഒരു 10 ദിവസങ്ങളിലായിട്ട് ഈ കുട്ടികൾ ആദ്യം അവിടേക്ക് എന്ത് ചെയ്യും, ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂ അല്ല, ആക്ച്വലി അവിടേക്ക് വിളിപ്പിക്കും, കോളേജസിലേക്ക് വിളിപ്പിക്കും. ആ വിളിപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഇംഗ്ലീഷ് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് നിങ്ങൾ ആദ്യം പോയിട്ട് അറ്റൻഡ് ചെയ്യണം. ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ടെസ്റ്റിൻ്റെ മാർക്ക് ഏകദേശം 80 മാർക്സ് ആണ്. അപ്പോൾ ടോട്ടൽ 720 നീറ്റിൻ്റെ മാർക്ക് പ്ലസ് 80 മാർക്ക്, ടോട്ടൽ 800 മാർക്സിൽ നിങ്ങൾക്ക് അവരൊരു മാർക്ക് ഇടും. ഓക്കെ. ഈ മാർക്ക് അവരൊരു 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതൊരു 200 മാർക്കിലേക്ക് മാറ്റും. എന്നിട്ട് ഇത് കഴിഞ്ഞ്, അതായത് ഈ എക്സാമൊക്കെ കഴിഞ്ഞ് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ അവരെന്ത് ചെയ്യും, ഇൻ്റർവ്യൂവിന് വിളിക്കും. ഈ മെഡിക്കൽ കോളേജസിൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിലേക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കും. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഹാജരാകുമ്പോഴാണ് ആ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ സ്കിൽസ് അവർ ടെസ്റ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഫിറ്റ്നസ്. അപ്പോൾ ആംഡ് ഫോഴ്സസിലേക്കൊക്കെ പോകേണ്ട കുട്ടികൾ ഇപ്പോഴേ നന്നായിട്ട് ഓടി ശരീരമൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് സൂക്ഷിച്ചോ. അപ്പോൾ അത്ര നിങ്ങളുടെ ഫിറ്റ്നസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ കംപ്ലീറ്റ് എന്താ പറയുക, നിങ്ങൾ കംപ്ലീറ്റ് പേഴ്സണൽ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല, നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് ആ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് 50 മാർക്കിൽ നിങ്ങൾക്കൊരു മാർക്ക് ഇടും. അങ്ങനെ ടോട്ടൽ 250 മാർക്കിലാണ് നിങ്ങൾക്കൊരു സ്കോർ ഉണ്ടാവും. ആ സ്കോർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വരും, ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ കുട്ടികൾക്കാണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജസിലേക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻ കിട്ടുന്നുണ്ടാവാം. ഓക്കെ. ഇതും നമ്മൾ ആ സമയമാകുമ്പം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യാം,
അതിലേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം നിങ്ങളുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക, ഹെൽത്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കംപ്ലീറ്റ് ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അവിടെ ചെയ്യേണ്ടതാണ്. ഇനിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ESI മെഡിക്കൽ കോളേജസിലേക്കുള്ള അഡ്മിഷനാണ്. ESI മെഡിക്കൽ കോളേജസിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് ESI സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിൽ ഒട്ടാകെ 466 റിസർവ്ഡ് സീറ്റ്സ് ഉണ്ട്. റിസർവ്ഡ് സീറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ, പേരൻസിൽ ഒരാൾ ESI അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ഉദ്യോഗസ്ഥരായിരിക്കണം, ഒരു പ്രൈവറ്റ് ജോലി ഉണ്ടായിരിക്കണം. കൂടാതെ ESI മെമ്പർഷിപ്പ് ഉള്ള ആളായിരിക്കണം. ESI മെമ്പർഷിപ്പ് എന്ന് പറയുമ്പം ഈ വർഷം നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അതായത് 2024 സെപ്റ്റംബർ 30 മുന്നേ ഇതിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഓപ്ഷൻ, അതായത് ആ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ് ഇതിൻ്റെ വെബ്സൈറ്റിൽ. മെയ് 18 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ പ്രൈവറ്റ് ഫേമിൽ ജോലിയുണ്ട്, ESI മെമ്പർഷിപ്പ് ഒരു വർഷമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യത്തിന് അർഹരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ ESI വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നമ്മൾ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റു കുട്ടികൾക്ക്, അതായത് ESI റിസർവേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് ഈ ഒരു സീറ്റ് അതിൽ കാണിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ ESI മെഡിക്കൽ കോളേജിലെ സീറ്റ് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിന് നിർബന്ധമായിട്ടും നിങ്ങൾ മെയ് 18 മുന്നേ ഈ ഒരു വെബ്സൈറ്റിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ESI ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരെ. ഇങ്ങനെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഒരു കൗൺസിലിംഗ് പ്രോസസ്സാണ്. അതായത് പിന്നീട് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ അനുവദിച്ച് തരും. അപ്പോൾ ഓരോ കോളേജസ് കാര്യങ്ങളിലേക്ക് നമ്മൾ പിന്നെ കൗൺസിലിംഗ് പ്രോസസ്സാണ്. ഒരു 4 റൗണ്ട് കൗൺസിലിംഗ് പ്രോസസ്സും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിഷനിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എന്താണ്, ബാക്കി കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനി അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ നിങ്ങളെ കംപ്ലീറ്റ് ഗൈഡ് ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിൽ അടിപൊളിയായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ബി ദെയർ, സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ഇവിടെ കിട്ടുന്നുണ്ടാവും. താങ്ക് യു, ബൈ.